തീർച്ചയായിട്ടും കോൺഗ്രസ് മറ്റു പാർട്ടികൾക്ക്, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇതുപോലുള്ള ആരോപണങ്ങൾ എന്നുള്ളതല്ല, വ്യക്തമായ തെളിവുകളും ചാർജ് ഷീറ്റും ഒക്കെ ഉണ്ടായിട്ടും നിലവിൽ MLA ആയിട്ടും മന്ത്രിയായിട്ടും ഒക്കെ തുടരുന്ന CPM-ന്റെ നേതാക്കൾക്കും മറ്റു പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി മുതൽ ഇങ്ങോട്ട് P. ശശി മുതൽ ഇങ്ങോട്ട് CPM-ന്റെ നേതാക്കൾ, BJP-യുടെ നേതാക്കൾ ആരോപണം മാത്രമല്ല ചാർജ് ഷീറ്റുള്ള കോടതി നടപടികളുമായിട്ട് മുമ്പോട്ട് പോകുന്ന രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള കേസുകൾ അഭിമുഖീകരിക്കുന്ന BJP-യുടെ നേതാക്കന്മാരുണ്ട്. അവർക്കെല്ലാം ഒരു മാതൃകയാണ് കോൺഗ്രസ് കേരളത്തിലെടുത്ത ഈ തീരുമാനം. കൂട്ടായി എടുത്ത തീരുമാനമാണ്. അതിൻ്റെ അകത്ത് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇവിടെ പരാതി എന്ന് പറയാൻ നമുക്ക് ഇല്ല എന്നുള്ളത് മറ്റൊരു വശമാണ്. പരാതി നിയമത്തിന് മുൻപിൽ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി ഇതുവരെ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നിയമവഴിക്കുള്ള മറ്റുള്ള കാര്യങ്ങളോ തെളിവുകളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.